നമ്മുടെ കൊച്ചിയിലെ തീരങ്ങളിലൊക്കെ കടൽ കയറ്റം ഭയങ്കര രൂക്ഷമാണ്. ഇന്നലെ ഉണ്ടായ കടൽ കയറ്റത്തിൽ കണ്ണമാലി, നായരമ്പലം പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ വെള്ളം കയറൽ വ്യാപകമായിട്ടുണ്ട്. വീടുകളിൽ നിന്ന് ആളുകളെയും മാറ്റി പാർപ്പിച്ചു. ഇത് തുടർച്ചയായ 8ാം ദിവസമാണ് ഈ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ വെള്ളം കയറുന്നത്. സഹിൻ ആന്റണി പറഞ്ഞു തരും നിലവിലെ സാഹചര്യം എന്താണെന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭയങ്കര രൂക്ഷമാണെന്ന് തോന്നുന്നല്ലേ സാഹചര്യം? സേതു, ചെല്ലാനം കണ്ണമാലി മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നലെ രാത്രി ഈ കാണുന്ന അമ്മച്ചിമാരൊക്കെ നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. ഇവരൊക്കെ ഇവിടെ നിന്ന് ഇന്നലെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം വീടുകളിലേക്കെല്ലാം വെള്ളം ഇരച്ചു കയറുകയാണ്. കഴിഞ്ഞ 8 ദിവസമായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിന്നും വൈകുന്നേരം ആകുമ്പോൾ വീട് വിട്ട് ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇന്നലെയും അതുതന്നെയായിരുന്നു. ഈ അമ്മച്ചിമാരെല്ലാവരും രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെയാണോ? തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് സാറേ. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പേടിയാകണേണ്. രാത്രിയൊക്കെ കടലിന്റെ ഇരവും മരവും കണ്ടിട്ട് കൊച്ചുങ്ങളോട്ടൊക്കെ എങ്ങാട് പോകാനാണ്. പിള്ളേരോട്ടൊക്കെ ഒരു വഴിയുമില്ല ഞങ്ങൾക്ക് പോകാനൊക്കെ. വല്ലവരും വീട് തരുമ്പോ കിടക്കാനായിട്ടും ഒക്കെ ഞങ്ങളാകെ ഭയം കൊണ്ട് കിടക്കാൻ പറ്റണില്ല. എന്തോരം വീട്ടുകാരാണ്. ഇത് എന്താ ഇത് ഇങ്ങനെ പറയാം? നിങ്ങൾ ഇത് ആരോട് പരാതി ഒന്നും പെടുന്നില്ലേ? ഞങ്ങളാരോടും പരാതി പറയണ്ട ഒരു രക്ഷയുമില്ല. ഞങ്ങളുടെ ഈ മെമ്പറിനെ കൊണ്ട് ഒരു പണിക്കും പറ്റിയല്ല. മെമ്പർ നല്ലാണ് ഞങ്ങൾക്ക് ഇത് വരികയല്ലായിരുന്നു. ജിയോ ബാഗ് വെക്കാൻ ചൊവ്വേന്നേരം വെച്ചിട്ടില്ലാന്ന് വെച്ചത്. അവര് വന്ന് നോക്കണ്ടേ? സംഭവം ഇത് കടൽ കയറുമ്പോ 2-3 മാസമൊക്കെ മുമ്പ് ഇത് ചെയ്യണം. കടലിന്റെ വായ്ക്കല്ല അത് കൊണ്ട് വെക്കേണ്ടത്. പരമാവധി ഇങ്ങോട്ട് ഇടിച്ചു വെക്കണം, കിഴക്കോട്ട് ഇടിച്ചു വെക്കണം. അങ്ങോട്ട് വായനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ ചാമ്പിക്കണം എന്ന് വെച്ചാൽ അടിച്ച് പരത്തിയിട്ടേ. എന്തോരം ഭിത്തിയായിരുന്നു ഇവിടെ, എന്തോരം ഭിത്തിയുണ്ട്, കടലിൽ ഭിത്തിയുണ്ട്. അതെല്ലാം പോയി ജീവിതമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അത് തന്നെ. ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ടൊക്കെ കയറി. ഞങ്ങൾ പേടിച്ചാണ്. ഞാനൊരു ഓട്ടമാണ് ഓടിയത്. എന്താണ് ഇത്? ഒരു പ്രതിവിധിയില്ല. ശരിക്കും കയറും. ഒരു മണിയാകുമ്പോൾ കടൽ കയറാൻ തുടങ്ങും. അത് 6:30 മണി വരെ കടൽ കയറും. ഈ വെള്ളപ്പൊക്കം കാറ്റില്ല. ഇന്നലെ കാറ്റില്ല. അതിന് കുരുത്തം പോലെ അല്ല, കാറ്റുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല. ഈ കടലിൽ കയറുന്ന സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവും. എത്രത്തോളം ഇങ്ങോട്ട് ഇരച്ച് കയറിയാണ് വരുന്നതെന്ന്. നമുക്ക് ഓടി പോകാനായിട്ട് അന്നേരം കടലിൽ കയറി വരുന്നത്. വേണം, വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഈ സാധനം കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു തിരടിക്കാൻ അത് മറിഞ്ഞു വീഴും. ഞങ്ങൾക്ക് ലെറ്ററൊപ്പാണ് ചെല്ലാനത്ത് വന്നേക്കുന്ന രീതിയിലുള്ളത് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ മക്കൾക്കെങ്കിലും ഇവിടെ സമാധാനത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇത് കിട്ടിയേ മതിയാവുള്ളൂ. വോട്ടും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എന്തോരം ആൾക്കാർ വരും. ഇത് കാണാനും കേൾക്കാനും ഒരു അധികാരികളും ഞാൻ വന്നില്ലല്ലോ. വന്നില്ലല്ലോ. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. ഇങ്ങോട്ട് അറിയാമോ? ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. ഇത് ലെറ്റർപാട് ഇല്ലാണ്ട് ഒരു പണി നടക്കില്ല. ഇത് ഇനി കാറ്റുണ്ടെങ്കിൽ ഇത് ഇറച്ചി കയറണമെന്നൊന്നുമില്ല. കാറ്റുണ്ടെങ്കിലേ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് എല്ലാം വെള്ളമായിരുന്നു ഇന്നലെ. സേതു, അത് തന്നെയാണ് കാണാനല്ല സേതു. ഇത് കണ്ട ഈ മണ്ണാണ് ഈ വീടിന്റെ മുകളിലേക്കാളും കൂടുതൽ മണ്ണാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ തന്നെ അകത്തൊക്കെ വീടിനൊക്കെ അകത്ത് നിറയെ വെള്ളമാണ്. അവർ പറയുന്നത് വസ്തുതയാണ്. കാരണം ഈ മനുഷ്യരല്ല, ഇവരാല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കുഞ്ഞു മക്കളെയൊക്കെ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയുന്നത് നമ്മൾക്കറിയാമല്ലോ. നമ്മളുടെയൊക്കെ വീട്ടിലും ഈ അമ്മമാരും ഇതേപോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതാണല്ലോ. എൻ്റെ മക്കൾക്കൊക്കെ, എൻ്റെ കുട്ടികൾക്കൊക്കെ 2, 4, 7 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും മക്കളെയൊക്കെ എടുത്ത് ആദ്യമേ അവരെങ്ങാടെങ്കിലും മാറ്റാനല്ലേ നോക്കുള്ളൂ. ഇത് തന്നെയാണ് ഈ പാവങ്ങളൊക്കെ. ഇത് തന്നെയാണ് ഈ അനുഭവിക്കേണ്ടി വരുന്നൊരു അവസ്ഥ. എന്താണ് ചേച്ചി? എന്താ വോട്ടും ചോദിച്ചിട്ട് എല്ലാവരും വരും. ഈ വർഷം വോട്ടും ചോദിച്ചിട്ട് ഈ പ്രാവശ്യം വന്ന ആർക്കും വോട്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരും കൊടുക്കില്ല. ആർക്കും ഒരു പാർട്ടിക്കാർക്കും കൊടുക്കൂല. അത്രയും കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ ഇവിടെ കിടന്നു. അത് തന്നെയാണ് മനുഷ്യരെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ബുദ്ധിമുട്ടി, എന്തുമാത്രം സഹിച്ചാണ് ആ ജനങ്ങൾ അവിടെ താമസിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടാത്തത്, അവിടെ തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തതും. ഈ അധികാരികളുടെ ശ്രദ്ധയിലേക്കൊക്കെ വയ്ക്കുകയാണ്. ഇങ്ങനത്തെ ഈ കടൽ ഭിത്തിയൊക്കെ അവിടെ പൊളിഞ്ഞ് ആളുകളുടെ വീട്ടിലേക്ക് വെള്ളം ഇടിച്ചു കയറി അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇതിലൊരു ഇടപെടൽ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ മനുഷ്യരായി പോലും പലപ്പോഴും കാണാത്തത്? തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി വരികയാണ്. കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ.